ഓക്കെ. നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് ഓഫ് അഗ്രികൾച്ചറിലാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് അഗ്രികൾച്ചറിൻ്റെ അകത്ത് വരുന്ന വേസ്റ്റുകൾ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോഴത്തെ മോഡേൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കാരണം നമ്മളെ നാട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഏതായാലും പ്രസന്റ് ഒക്കെ ചെയ്ത് തുടങ്ങാം. മോഡേൺ അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് നമ്മളെ സോയിൽ അല്ലെങ്കിൽ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ഇത് ഇമ്പാക്ട് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ. മോഡേൺ അഗ്രികൾച്ചർ ഏതൊക്കെ തരത്തിൽ ലാൻഡിന്റെ ഡീഗ്രഡേഷന് കാരണമാകുന്നു എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അത് പറയുന്നതിനെക്കാട്ടി മുമ്പിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ട്രഡീഷണൽ അഗ്രികൾച്ചർ എന്തായിരുന്നു എന്നും പിന്നെ മോഡേൺ അഗ്രികൾച്ചറിൽ എന്താണെന്നും നമുക്ക് ആദ്യം നോക്കാം. ട്രഡീഷണൽ എന്ന് വെച്ചാൽ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള അഗ്രികൾച്ചർ രീതികൾ. ട്രഡീഷണൽ അഗ്രികൾച്ചറിലും ഉണ്ട്, പിന്നെ മോഡേൺ അഗ്രികൾച്ചറിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് അവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. ട്രഡീഷണൽ എന്തായിരുന്നു, മോഡേൺ എന്താണ്? ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ നമുക്ക് അറിയുന്നത് നമ്മൾ ജൈവവളമൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മളെ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പശുവിൻ്റെ ചാണകവും ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേപ്പും പിണ്ണാക്കും ഇതൊക്കെയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കല്. വേപ്പും പിണ്ണാക്കും പുകയിലൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് സമയം വെക്കും. ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നൊരു വെള്ളം കിട്ടും. നമ്മളെ വേപ്പും പിണ്ണാക്കും അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് ഇതും സോപ്പ് വെള്ളവും പിന്നെ നമ്മളെ പുകയില്ല, പണ്ട് മുറുക്കാൻ ഉപയോഗിക്കുന്ന പുകയില്ല, ഈ 3 സാധനമൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റൊക്കെ ആയിരുന്നു നമ്മൾ പ്രാണികളൊക്കെ തുരത്താൻ വേണ്ടിയിട്ടൊക്കെ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സമയത്തും ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിക്കുന്നില്ല എന്നല്ല. അപ്പോൾ പെസ്റ്റിസൈഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ഹാംഫുൾ അല്ലാത്ത കെമിക്കൽസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. കെമിക്കൽസ് അല്ല, നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ ചാണകം ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ആ ട്രഡീഷണലിനകത്ത് വന്ന രീതികളായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൻ്റെ അകത്ത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഡീകമ്പോസ് ചെയ്താൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് തന്നെ കിട്ടുക. മണ്ണിന് ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ന്യൂട്രിയൻ്റ് അല്ലാണ്ട് എല്ലാ ന്യൂട്രിയൻസും മിക്സ് ആയിട്ടുള്ളതായിരുന്നു ഈ കമ്പോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. കാരണം ഒരുപാട് വേസ്റ്റുകൾ ചേർന്നതാണ്. നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ, ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് വളമൊക്കെ ഉണ്ടാക്കുക. അത് മണ്ണിരെയൊക്കെ വന്ന് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ കമ്പോസ്റ്റ് വളം കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ അകത്ത് ഒരുപാട് എല്ലാ പഴങ്ങളും ഈ പച്ചക്കറികളുടെ എല്ലാം സത്ത് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും മണ്ണിന് അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ സമയത്ത്. പക്ഷെ അതേസമയം നമ്മളെ മോഡേൺ അഗ്രികൾച്ചറിൽ എടുക്കുന്ന സമയത്ത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ന്യൂട്രിയൻറ്റ് ചിലപ്പോൾ നമ്മളെ ക്രോപ്പിനനുസരിച്ചിട്ട് നമ്മൾ ന്യൂട്രിയൻറ്റ് ഏതാണോ സ്പെസിഫിക് ആയിട്ട് വേണ്ടത് അത് മാത്രമേ ചിലപ്പോൾ ആ പ്രത്യേക തരത്തിലുള്ള വളത്തിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ, അല്ലേ? അതാണ് മോഡേൺ അഗ്രികൾച്ചറിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് എന്താണ്, ഇവിടുത്തെ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് അത് കുറച്ച് മോഡേൺ ടെക്നിക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ ഉണ്ടാക്കി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നെൽകൃഷി ആയിരുന്നെങ്കിൽ നെല്ലിന് ആവശ്യമായിട്ട് എന്താണോ ന്യൂട്രിയൻറ്റ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നെല്ലിൻ്റെ നല്ല വളർച്ചയ്ക്ക് എന്താണോ വേണ്ടത് ആ സ്പെസിഫിക് ന്യൂട്രിയൻ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുക. അല്ലാതെ നമുക്ക് മണ്ണിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവണമെന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, ഏകദേശം കുറേ ആൾക്കാരൊക്കെ ജിമ്മിൽ പോകുന്നതായിരിക്കും. അപ്പം ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ പഴവും
ഈ ഭക്ഷണ സാധനങ്ങളും എല്ലാം കഴിക്കുന്ന ആൾക്കാർ ആയിരിക്കും മിക്കവാറും ആൾക്കാരൊക്കെ. ചില ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ പ്രോട്ടീൻ പൗഡർ സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് പ്രോട്ടീൻ മാത്രം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങിച്ച് കഴിക്കും. അല്ലെങ്കിൽ നമ്മൾ സിറിഞ്ചൊക്കെ അടിക്കാന്നൊക്കെ പറയാനല്ലേ, സിറിഞ്ച് അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അത് നമുക്ക് സിറിഞ്ച് വരുന്ന പരിപാടികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എന്താ പറയാ, അക്ഷയ് പോക്കുണ്ടോ? അക്ഷയ്ക്ക് ജിമ്മിൽ പോക്കുണ്ട് തോന്നല്ലേ. പക്ഷെ അവന്റെ ശരീരത്തൊന്നും കാണാനൊന്നുമില്ലല്ലോ. പ്രോട്ടീൻ ഒന്നും അടിക്കാത്ത ജിമ്മിൽ പോക്കായിരിക്കും, അതുകൊണ്ട്. ജിജു എന്തിനാ പോന്നു? ജിജോ രാജ് ഏതോ ഒരു കാലത്ത് പോയതല്ലേ, പണ്ടപ്പോ പോയി എന്നൊക്കെ കിട്ടുക. ഇവിടുന്ന് നോയൽ സാറൊക്കെ പോകുന്ന സമയത്ത് കണ്ടിരുന്നു പറഞ്ഞു. ആ ഇപ്പൊ പോകണ്ട. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ നമ്മളെ മോഡേൺ അഗ്രികൾച്ചറിലും ഈ ജിമ്മുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു മാത്രം. സാധാരണ ആൾക്കാർ ട്രഡീഷണൽ രീതിയിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ സാധാരണ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും കഴിക്കുന്നുണ്ടാവും. രാവിലെ തന്നെ ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ച് മുട്ടയുടെ വെള്ളയും അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൻ്റെ അകത്ത് ഉണ്ടാവും. മിക്സഡ് ആയിരിക്കും ആ പറയുന്നത്. പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂടുതലാണെങ്കിലും ബാക്കിയുള്ള ന്യൂട്രിയൻസും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതേസമയം നമ്മൾ പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ നമ്മളെ സിറിഞ്ചൊക്കെ അടിക്കുന്ന സമയത്ത് എന്താണ് അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ന്യൂട്രിയൻറ്റ് നമുക്ക് ശരീരത്തിൽ മസിൽ ഡെവലപ്മെന്റ് മാത്രമായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിരിക്കും അവിടെ കൂടുതലുണ്ടാകും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന സമയത്താണ് മെയിനായിട്ട് ഈ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതന്നെയാണ് ഈ അഗ്രികൾച്ചർ രീതിൻ്റെ അകത്തും വരുന്ന പ്രശ്നങ്ങൾ. ട്രഡീഷണൽ രീതി ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പോസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫെർട്ടിലൈസേഴ്സും ഉണ്ടാകും, എല്ലാ ന്യൂട്രിയൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ടാകും. മോഡേൺ അഗ്രികൾച്ചറിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്പെസിഫിക് ആയിരിക്കും. നമ്മളിപ്പോൾ നെൽകൃഷി ആണെങ്കിൽ നെല്ലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പയർ കൃഷിയാണെങ്കിൽ പയറിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആയിരിക്കും മെയിനായിട്ട് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ നെല്ലും പയറും അല്ലാണ്ട് നമ്മൾ വത്തക്ക കൃഷിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായയോ അപ്പം ഇങ്ങനത്തെ എന്ത് സാധനം എടുത്താലും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനമായിരിക്കും നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വേപ്പം പിണ്ണാക്കും മറ്റേ സോപ്പ് വെള്ളവും പുകയിലേക്ക് ചേർത്ത് ഇതാക്കുന്നത് മിക്കവാറും എല്ലാ പ്രാണികളുടെയും വലിയ രീതിയിൽ തുരത്താനുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷെ അതേസമയം നമ്മൾ മോഡേൺ അഗ്രികൾച്ചറിൽ വരുമ്പോഴത്തേക്ക് പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഇൻസെക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അത് യൂസ് ചെയ്തിട്ടുണ്ടാകും. ചില ഏതെങ്കിലും പുഴുവിന് വേണ്ടിയിട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് ഇപ്പോൾ നെല്ല് നശിപ്പിക്കുന്ന ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള പുഴു ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ കൊല്ലാനുള്ള പ്രത്യേക തരത്തിൽ അതിന് മാത്രം സ്പെസിഫിക് ആയിട്ട് വെച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പലപ്പോഴായിട്ട് കേൾക്കുന്നത് ഈ വെട്രിക്കിളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പച്ചത്തുള്ളാനെ പോലത്തെ സാധനം പുല്ലൊക്കെ തിന്നുന്നത്. അപ്പോൾ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് മോഡേൺ അഗ്രികൾച്ചറിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ട്രഡീഷണൽ അഗ്രികൾച്ചറിലും മോഡേൺ അഗ്രികൾച്ചറും തമ്മിൽ ഒരു വ്യത്യാസം, ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ അഗ്രികൾച്ചർ രീതിയാണെങ്കിൽ, പണ്ടത്തെ രീതിയാണെങ്കിൽ നമ്മൾ ഈ കാടും പടലും ഒന്നും വെട്ടി നശിപ്പിക്കാണ്ട് നമുക്ക് കിട്ടുന്ന ഏരിയ ഏതാണോ അവിടെയായിരുന്നു നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മോഡേൺ അഗ്രികൾച്ചറിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു വിശാലമായ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉണ്ടായ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മരങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഡീഫോറസ്റ്റേഷൻ ഇവിടെ കൂടുതലായിരിക്കും. ഡീഫോറസ്റ്റേഷൻ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, സോയിൽ ഇറോഷൻ നടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അതായത് മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മരങ്ങളുടെ വേരാണ് ഈ മണ്ണിനെ നമ്മൾക്ക് അവിടെ പിടിച്ചു നിർത്തുന്നത്. മരങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സോയിൽ ഇറോഷനും സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് അത് വരുന്നത്, നമ്മളെ ഇപ്പൊ നമുക്കറിയാം നമ്മളെ പണ്ട് കാലത്ത് നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് പോകേണ്ടി വന്നത്. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് ഒരുപാട് ദൂരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വയലൊക്കെ ആയിരിക്കും. പണ്ടത്തെ ജന്മിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സമയത്ത് എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാടും പടലൊന്നും വെട്ടി നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഉള്ള പറമ്പിൽ തന്നെ അവർക്ക് കൃഷി ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മീൻ കൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പരിപാടിയാണ് ഈ മീൻ കൃഷി എന്ന് പറയുന്നത്.
ഇപ്പൊ ഈ മീൻ കൃഷി വളർത്തുന്ന സമയത്ത് നമുക്ക് വലിയ കുളം കുത്തേണ്ടി വരും. നമ്മളായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ നമ്മൾ വലിയ ആഴത്തിൽ JCB ഒക്കെ വെച്ച് മാന്തിയിട്ട് ഒരു കുളമൊക്കെ കുത്തേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും ചെടികളും ബാക്കിയുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അവിടെ കൺസിഡർ ചെയ്യില്ല. കാരണം നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീൻ കൃഷി നടത്തുക എന്നുള്ളത്. അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ആവേ, നമ്മളെ ഈ പച്ചക്കറിയും പഴങ്ങളും മാത്രമല്ല അഗ്രികൾച്ചറിൽ വരുന്നത്, ഈ മീൻ കൃഷിയും പിന്നെ മൃഗങ്ങളെ വളർത്തുന്നതും ഒക്കെ അഗ്രികൾച്ചറിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളെ ഫാം നടത്തലും ഇതൊക്കെ അഗ്രികൾച്ചറിൽ വരുന്നത് തന്നെയാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നമ്മൾ മീൻ കൃഷി നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ഫുൾ ആ ഭാഗത്തുള്ള നമുക്കൊരു വാസ്റ്റ് ഏരിയ വേണം. കുറെ മീനുകളൊക്കെ വളർത്തണമെങ്കിൽ അവിടെ അത്രയും വലിയൊരു ഏരിയ വേണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ മരങ്ങളും ഒക്കെ നമ്മൾ നശിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അഗ്രികൾച്ചറിന്റെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞ വാക്ക് കൊണ്ട് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ വെറുതെ വെട്ടി നശിപ്പിക്കുന്നില്ല, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു നശിപ്പിക്കുന്നത്. പക്ഷെ മോഡേൺ രീതിയിൽ അഗ്രികൾച്ചറിന് ഇതൊക്കെ ആവശ്യമാണ്, ചെയ്തേ പറ്റും. സ്വാഭാവികമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് മരത്തിന്റെ വേരും ഒക്കെയുള്ള പിടുത്തം നമ്മൾ സോയിലിൽ ഇല്ലെങ്കിൽ സോയിൽ ഇറോഷൻ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, സോയിൽ ഇറോഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പറയുക നമ്മളെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ പോകുന്നതിനാണ്. സോയിലിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലുണ്ട്, ഏറ്റവും മുകൾ ഭാഗം, അവിടെയാണ് നമുക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണുള്ളത്. ആ ഭാഗം ഒലിച്ചു പോകുന്ന തന്നെ നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയല്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ലാൻഡ് സ്ലൈഡ്സ് എന്നൊക്കെയാണ്. ലാൻഡ് സ്ലൈഡ്സ് എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വലിയ വലിയ മലകളൊക്കെ പൊട്ടിയിട്ട് താഴത്തേക്ക് റോട്ടിലേക്കൊക്കെ ഇറങ്ങി വീഴുന്ന പരിപാടി ഉണ്ടല്ലോ, വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ സ്റ്റീപ്പായിട്ടുള്ള മലകളൊക്കെ അതിൻ്റെ അകത്തുള്ള ഫുൾ ഒരു വലിയ പീസ് ഓഫ് സോയിൽ മൊത്തം പൊട്ടി നിലത്ത് വീഴുന്നതിനൊക്കെ ലാൻഡ് സ്ലൈഡ്സ് എന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് സോയിൽ ഇറോഷനും ലാൻഡ് സ്ലൈഡും ഈ മോഡേൺ അഗ്രികൾച്ചറിന്റെ ഒരു ഭാഗമാണെന്ന് പറയാം. ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഈ സോയിലും റോക്കും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള സാധനമായിരിക്കും ലാൻഡ് സ്ലൈഡിൽ വരുന്നത്. സോയിൽ ഇറോഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ടോപ്പ് മോസ്റ്റ് ലെയർ, നമുക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഭാഗം പോകുന്നത് തന്നെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളുടെ മോഡേൺ അഗ്രികൾച്ചറിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വെച്ചാൽ എന്തൊക്കെ തരത്തിലുള്ള വേറെ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ മോഡേൺ അഗ്രികൾച്ചറിൻ്റെ അകത്ത്. മെയിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള മെഷീനറീസ്, പണ്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മെഷീനറീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ മെഷീനറീസ് നമ്മളെ മണ്ണിലേക്ക് വരുന്ന സമയത്ത് ഈ മണ്ണിൻ്റെ അകത്ത് ഈ മെഷീൻ്റെ അകത്ത് നിന്ന് വരുന്ന പല പല ഓയിൽസും പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ടിക്കിൾസ്, എന്തെങ്കിലുമൊക്കെ ലൂബ്രിക്കൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ മണ്ണിലേക്കും ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രീസും ഓയിലും ലൂബ്രിക്കൻസും ഒക്കെ ഈ മെഷീൻസിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോഴത്തേക്കും നമ്മളെ മണ്ണിന് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പം മിക്കവാറും എല്ലാ ആൾക്കാരും ട്രാക്ടറും ഇതൊക്കെ വെച്ചിട്ടാണ് സോയിലിനെ കുത്തിമറിച്ചിടാനും ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊയ്ത്തിനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറെ മെഷീനറീസ് ഒക്കെയാണ്. ആൾക്കാരുടെ എണ്ണൊക്കെ ഇപ്പം കുറവാണ്, ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷീനറീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സോയിൽ ശരിക്കും നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നല്ല ലൂസ് സോയിൽ ആയിരിക്കണം. മോൾ ഭാഗം എന്ന് പറയുന്നത് നല്ല ലൂസ് ആയിരിക്കണ്ടേ, നല്ല അതിന് കറക്റ്റ് വേരിനൊക്കെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം നമ്മൾ മെഷീനറീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അത്രയും ഹെവി മെഷീൻസ് നമ്മളെ മണ്ണിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അത് കോമ്പാക്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെ, കോമ്പാക്ട് ആവില്ല ഈ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അത്രയും വെയിറ്റ് ഉള്ള മെഷീൻസ് നമ്മളെ ലൂസ് മണ്ണിൽ കൂടെ കയറ്റി വിടുമ്പോൾ ചിലപ്പോൾ അത് കോമ്പാക്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മെഷീനറീസിന്റെ ഒക്കെ ടയർ ശ്രദ്ധിച്ചാൽ അറിയാം. ടയർ ശ്രദ്ധിച്ച ഒരു ഫ്രെയിം വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ട്രാക്ടറിന്റെ ഒക്കെ ബാക്ക് സൈഡിലെ ടയർ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രെയിം ആയിരിക്കും ഉണ്ടാവുക. കുറെ നമ്മളെ റബ്ബറിന്റെ ടയർ ആയിരിക്കില്ല അതിൻ്റെ അകത്ത് ഉണ്ടാകുക, കുറെ ഫ്രെയിം ഇങ്ങനത്തെ ഒരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള ടയർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഫ്രണ്ട് ടയർ സാധാരണ റബ്ബറിന്റെ തന്നെ ആയിരിക്കും.
ബാക്ക് ടയർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫ്രെയിം വർക്ക് ഉള്ളതായിരിക്കും. അപ്പോൾ അത് ഇതിനായിട്ട് നമ്മൾ സ്പെഷ്യലി മോഡിഫൈ ചെയ്യുന്നതാണ്. മോഡിഫൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതാണ്. അല്ലെങ്കിൽ നമ്മളെ മണ്ണ് ഭയങ്കരമായിട്ട് കോമ്പാക്റ്റ് ആവും ഇത്രയും ഹെവി മെഷീനറീസ് ഒക്കെ നമ്മളെ മണ്ണിലേക്ക് വരുന്ന സമയത്ത്. ഇളക്കി മറിക്കാൻ മാത്രമല്ല, ഈ ടയറിന്റെ ഡിസൈൻ ഇങ്ങനെ ആക്കാനുള്ള കാരണം മണ്ണ് കട്ട പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുന്ന വെച്ചാൽ ഈ മോഡേൺ അഗ്രികൾച്ചറിന്റെ അകത്ത് നമ്മൾ സ്ഥലം നോക്കാണ്ടാണ് നടപടി എടുക്കുന്നത്. നമുക്ക് ഏത് സ്ഥലം കിട്ടിയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും ഈ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അവിടെ വിളവെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് കൃഷിയും എവിടെയും വളർത്താം എന്നുള്ള ഒരു അവസ്ഥ എത്തി. കാരണം അത് അഗ്രികൾച്ചറിന്റെ ഈ പഠന രീതിൻ്റെ അകത്ത് വന്ന വ്യത്യാസങ്ങളാണ്. ചില ആൾക്കാർ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമല്ലോ, നമ്മൾ ആസ് എൻ എഞ്ചിനീയർ നമ്മൾ കുറേ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളും അല്ലെ അങ്ങനത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനത്തെ കുറേ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടാവും. അതായത് ഇപ്പം എൻ്റെ നാട്ടിൽ നമ്മൾ സവർജില്ലി കൃഷിൻ്റെ ഒരു കഥയുണ്ടല്ലോ, പ്രേമം പടത്തിൻ്റെ അകത്ത്. അപ്പൊ സവർജില്ലി കൃഷിനെ കുറെ ഏക്കർ സവർജില്ലി കൃഷി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തമാശയാക്കിയതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് സവർജില്ലി കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ടായിരുന്നു തമാശയായി കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ആ സോയിലിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. കുറച്ച് കാലങ്ങളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് തരത്തിലുള്ള നമുക്ക് സവർജില്ലി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസ് ഒക്കെ അവിടെ കൊണ്ടുവരാൻ പറ്റും. അല്ലെ, നമുക്ക് ചിലപ്പോൾ തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചില സമയത്ത് അത് ചെയ്യാറുണ്ട്. അങ്ങനെയാണല്ലോ നമ്മളെ ഈ എന്താ പറയാ പറശ്ശിനിക്കട സ്നേക്ക് പാർക്കിൻ്റെ അകത്തൊക്കെ പല പല ഇതൊക്കെ ഉണ്ടല്ലോ, അനാക്കൊണ്ടൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതിനെ നമ്മളൊരു ചില്ലിന്റെ കൂട്ടിൻ്റെ അകത്ത് AC ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളൂ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അതിന്റെ എങ്ങനെയാണോ അതിന്റെ ജീവിത രീതി അതിലേക്കുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അത് അതിൻ്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ആണെങ്കിൽ അത് ഇതൊന്നും ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവമാണ്. കുരങ്ങന്മാറും എല്ലാം അങ്ങനെ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചില മൃഗങ്ങൾക്കോ അല്ലെ ചില പക്ഷികൾക്കോ അല്ലെ ചില മറ്റേ ഈ പറഞ്ഞ അഗ്രികൾച്ചറൽ പ്ലാന്റ്സോ അല്ലെങ്കിൽ മരങ്ങൾക്കോ ഒന്നും വളരാൻ പറ്റാത്ത ചിലപ്പം സിറ്റുവേഷൻ ആയിരിക്കും. എങ്കിലും നമ്മളവിടെ വളർത്തുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മള് ഓണത്തിനൊക്കെ ഉപയോഗിക്കുന്ന തുമ്പപ്പൂവൊക്കെ ഉണ്ടല്ലോ, തുമ്പപ്പൂവൊക്കെ നമ്മൾ ടൗൺ ഏരിയയിലൊന്നും നോക്കി കഴിഞ്ഞാൽ കാണാനേ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനം. അതൊക്കെ ഈ വില്ലേജ് ഏരിയയിലാണ് കിട്ടുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ തിണ്ടിന്റെ മുകളിൽ ഉണ്ടാകുന്ന നമ്മൾ പണ്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം, ഒരു ചെറിയ ഇങ്ങനെയുള്ള ഒരു പിന്നെ ഒരു ചെറിയ ബബിളും ആയിട്ടുള്ള ഒരു ചെടിയുണ്ട്. കുറേ എണ്ണം ഉണ്ടോ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ രണ്ടാൾക്കാർ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇതിനെ കൊളുത്തിയിട്ട് പൊട്ടിക്കലൊക്കെയാണ്. ആരുടെയാണോ കഴുത്ത് പൊട്ടുന്നത്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ പണ്ട് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഐറ്റംസ് ആയിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഇവിടെ കാണാനൊന്നുമില്ല, എൻ്റെ നാട്ടിലൊന്നും ഇല്ല ഇപ്പോഴും. പക്ഷെ ഞാൻ എൻ്റെ തറവാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അത് ഇപ്പോഴും അവിടെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടാറ്റു അടിക്കുന്ന ഒരു ചെടിയുണ്ട്, ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ ഇതേപോലത്തെ ഒരു ടാറ്റു അടിക്കുന്ന ഒരു ചെടിയുണ്ട്. ഒരു ഭസ്മം പോലത്തെ സാധനം ഉണ്ടാവും ഈ ചെടീന്റെ പുറത്ത് ബാക്ക് സൈഡിൽ. അത് വെച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇത് വെച്ചിട്ട് ടാറ്റു ഒക്കെ അടിച്ച് കളിക്കലുണ്ടായിരുന്നു. ആ ഭസ്മം പോലത്തെ സാധനം നമ്മളെ കയ്യിൽ വരും. ആ സാധനങ്ങളൊന്നും പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ വീട്ടില്, അതായത് ഇപ്പൊ നമ്മളെ കണ്ണൂർ മെയിൻ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് അവിടുത്തെ, അത് ചിലപ്പം നല്ല പ്യുവർ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വളരുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ നമ്മളെ കണ്ണൂർ പോലത്തെ ടൗൺ വരുമ്പോഴത്തേക്ക് കുറച്ച് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവിടെ വളരാനുള്ള സാധ്യതകളില്ല. പക്ഷെ ഇതിന്റെ നമുക്കൊരു കൃഷി ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതി എങ്ങനെയാണ്, നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ഒരുക്കി കൊടുത്തിട്ടൊക്കെയാണ്. അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അത് മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അത് അങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മളെ സോയിലിന്, ആ ഒരു പ്രദേശത്തുള്ള സോയിലിന് ശരിക്കും അതൊന്നും താങ്ങാൻ പറ്റില്ലായിരിക്കും. സ്വാഭാവികമായിട്ട് അവിടെ സോയിലിന്റെ അവിടെ വളരേണ്ട ചെടികൾക്കുള്ള ഫെർട്ടിലിറ്റി വരെ നഷ്ടപ്പെടും. ഓക്കെ, അതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്നത് ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
പിന്നെ നമ്മൾ മെയിനായിട്ട് അടുത്ത പറയുന്നത് വെച്ചാൽ ഈ മോഡേൺ അഗ്രികൾച്ചറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സസീവായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. നമുക്ക് ആവശ്യത്തിനധികം എക്സസീവായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. ഫെർട്ടിലൈസേഴ്സ് ആയാലും പെസ്റ്റിസൈഡ്സ് ആയാലും എല്ലാം എക്സസീവ് ആയിരിക്കും. കാരണം നമ്മൾ ഹെലികോപ്റ്ററിലൊക്കെയാണ് ഇപ്പം അല്ലേ, ഹെലികോപ്റ്ററിലൊക്കെയാണ് ചിലപ്പം നമ്മളുടെ പാടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതാക്കി കുറച്ച് വലിയ പാടമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൈനെ കൊണ്ടൊക്കെ വിതറിക്കൊണ്ടൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡ്രോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഡ്രോണിൻ്റെ അകത്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഹെലികോപ്റ്ററിൻ്റെ അകത്ത് പോയിട്ട് പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇത് ആവശ്യമുണ്ടാവും, ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പെയിന്റ് അടിക്കുന്നതെന്ന് വിചാരിച്ചോ. നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് സാധാ ബ്രഷ് കൂട്ടിയിട്ട് പെയിന്റ് അടിക്കുന്നതാണെങ്കിൽ നമുക്ക് കറക്റ്റ് എത്ര അളവ് വേണോ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് അധികം ചിലവുണ്ടാവില്ല ആ പെയിന്റിന്. അതേസമയം നമ്മൾ സ്പ്രേ പെയിന്റ് അടിക്കുന്നതായിരിക്കും. സ്പ്രേ പെയിന്റ് ആകുമ്പോൾ കുറേ അങ്ങോട്ടേക്ക് നമ്മൾ എക്സസീവായിട്ട് പെയിന്റ് യൂസ് ചെയ്യാം നമുക്ക് ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ ഒക്കെ വേസ്റ്റ് ആയിട്ട് പോകും, ആകാശത്തൂടെ ഇങ്ങനെ പറന്ന് കളിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ മോഡേൺ അഗ്രികൾച്ചറിൻ്റെ അകത്ത് ഇങ്ങനത്തെ കുറെ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസേജ് ഒക്കെ എക്സസീവ് ആണ്. ചിലപ്പോൾ സോയിലിൻ്റെ അകത്ത് ബാക്കി വരുന്ന ഫെർട്ടിലൈസേഴ്സ് അവിടെ തന്നെ കിടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓവറായിട്ട് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ സോയിൽ പൊല്യൂഷൻ മാത്രമല്ല, എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളെ ഇതിന്റെ മുമ്പിട്ട് ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഇതിന്റെ പേരാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ എക്സസീവായിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പുഴകളിലും പാടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മളെ വാട്ടർ ബോഡീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഫെർട്ടിലൈസേഴ്സ് എന്തുണ്ടാവും, ഈ വെള്ളത്തിന്റെ അകത്തേക്കും കലങ്ങാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് വെള്ളത്തിന്റെ അകത്ത് വളരുന്ന കുറെ ചെടികളുണ്ട്, ഈ ആമ്പലും മറ്റേ പായലും പൂപ്പലും ഒക്കെ. ഇങ്ങനത്തെ സാധനത്തിന് ഈ ഫെർട്ടിലൈസേഴ്സ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും അല്ലെ. അങ്ങനെയാകുമ്പോൾ ഈ വാട്ടർ ബോഡീസിന്റെ അകത്ത് ഇങ്ങനത്തെ ചെടികളുടെ വളർച്ച കൂടുതലാവാൻ സാധ്യതയുണ്ട്. കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെ വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് ചെറിയൊരു ഏരിയ ഉണ്ട് തെറ്റോ, ചെറിയ ഏരിയൻ്റെ അകത്ത് ആദ്യം കുറച്ച് പായലായിരിക്കും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സ് നമ്മളെ ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചെടികൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, കുറച്ചുകൂടെ അതിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുഴയോ അല്ലെങ്കിൽ നമ്മളെ കുളമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ ഫുൾ ചെടികൾ വളരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. സ്വാഭാവികമായിട്ട് ഇതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറച്ച് മീനുകളൊക്കെ ഉണ്ടാവും, വാട്ടർ അക്വാറ്റിക് ലൈഫുകൾ ഉണ്ടാവും വേറെ. ഇങ്ങനത്തെ മീനുകൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഓക്സിജന്റെ അളവ് കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഈ മീനുകളുടെ ആയാലും വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നായിരിക്കും, അതിന്റെയൊക്കെ ലൈഫ് ഇവിടെ നശിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ആ ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, യൂട്രോഫിക്കേഷൻ എന്നാണ് അതിന്റെ പേര് പറയുന്നത്. അത് നമ്മൾ ഈ എക്സസീവായിട്ട് ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സിനെയും കൂട്ടിയിട്ടായിരിക്കും നമ്മളുടെ വെള്ളം പോകുന്നുണ്ടാവുക. ഈ വെള്ളം പോയിട്ട് നേരെ നമ്മളെ നാട്ടിലുള്ള പുഴയിലും അരുവിയിലൊക്കെ പോയിട്ട് ചെന്നെടുക്കും. അങ്ങനത്തെ സമയങ്ങളിലാണ് മെയിനായിട്ട് ഇങ്ങനത്തെ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ നമുക്ക് കത്തിയടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മോഡേൺ അഗ്രികൾച്ചറിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ മോഡേൺ അഗ്രികൾച്ചറിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില ഇങ്ങനത്തെ ഓരോ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് ക്യാൻസറും അല്ലെങ്കിൽ പല ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം ചേഞ്ച് ആവാനുള്ള സാധ്യതകൾ ഈ മോഡേൺ അഗ്രികൾച്ചർ കാരണം ഉണ്ടാവും. ഇത് ബാക്കിയുള്ളത് ഞാൻ വെറുതെ കത്തിയടിച്ചതാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം. നമുക്ക് കൂടുതൽ എന്തൊക്കെ എഴുതി ചേർക്കാന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടു കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ മോഡേൺ അഗ്രികൾച്ചർ നമ്മള് സോയിലിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് നടത്തുന്നു. ഓക്കെ, അപ്പൊ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ഇന്നത്തെ നമ്മളുടെ ഹൈലൈറ്റ്.
ഇത് പഠിച്ചു വെക്കുക. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള കുളവും ഇതൊക്കെ ഉണ്ടെങ്കിൽ, ലേക്കും കുളവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വന്ന് മഴക്കാലത്തൊക്കെ കുത്തി ഒലിച്ചിട്ട് വരുന്ന വെള്ളത്തിന്റെ കൂടെ ഈ നമ്മൾ എക്സസീവായിട്ട് യൂസ് ചെയ്ത ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നേരെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതുവരെ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ വളർന്നുകൊണ്ടുന്ന ചെടികൾ വരെ ബൂസ്റ്റ് ആവാൻ തുടങ്ങും. അതിനും വളം കിട്ടുന്നുണ്ടല്ലോ. ഈ വളം നമ്മൾ വിചാരിച്ച നെല്ലിന് മാത്രം കിട്ടിയാൽ പോരല്ലോ. ഇങ്ങനത്തെ വളം ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനും ഉപയോഗിക്കാൻ അറിയാലോ, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് ഇത് വളരാൻ തുടങ്ങും, എക്സസീവായിട്ട് വളരും. എക്സസീവായിട്ട് വളരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള അക്വാട്ടിക് ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ ഫിഷസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിനത് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതകളുണ്ട്. അപ്പം അതാണ് നമ്മളെ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ചോദിക്കാറുണ്ടാവുമായിരിക്കും, ചോദിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം എല്ലാ മൊഡ്യൂളിൻ്റെ അകത്തും ഈ സാധനം ഉണ്ട്. വാട്ടർ പൊല്യൂഷൻ്റെ അകത്തും ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സോയിൽ പൊല്യൂഷൻ വരുന്ന സമയത്തും ഇത് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ നമ്മുടെ മോഡേൺ അഗ്രികൾച്ചർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു 2 പോയിന്റും കൂടി പഠിക്കാനുള്ളൂ. ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പെസ്റ്റിസൈഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം, പിന്നെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതും, പെസ്റ്റിസൈഡ് പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യും, പിന്നെ നമ്മളെ ഈ പറഞ്ഞ എഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എൻവയോൺമെന്റ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നാളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് തന്നെ തീർക്കുന്നില്ല. ഇനി നമുക്ക് ഇത്ര മതി. ഓക്കെ, അപ്പൊ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ വാക്ക് മറന്നുകൊണ്ട നമുക്ക് അവിടെ എവിടെയൊക്കെ എടുത്തിട്ട് അലക്കാനുള്ള വാക്കാണ്. എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളൊക്കെ ഇങ്ങനെ വേറെ കളറിൽ ഇട്ടിട്ട് പറഞ്ഞുതരും.